എടാ, ഇന്നലെ ഞാൻ പോയതിനു ശേഷം കളി എന്തായി? ഇന്നലത്തെ കളി നമ്മൾ തോറ്റു. ഇന്നെങ്കിലും ജയിച്ചില്ലെങ്കിൽ നമ്മുടെ 10,000 രൂപ വെള്ളത്തിലാവും. വീട്ടിലാണെങ്കിൽ പണി നടക്കുന്നുണ്ട്, സ്വസ്ഥമായിട്ട് നിരിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴും പണി നടക്കുവാണോ? പണിക്കാരെല്ലാം പോയി. ഇനി വേണം സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ചെസ്സ് കളിക്കാൻ. സ്ഥലം എത്തി കേട്ടോ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാങ്ക് മാനേജറുടെ വീട്. ഗൂഗിൾ പേ അല്ലേ? ഇതാ സ്കാൻ ചെയ്തോളൂ. ഗൂഗിൾ പേ ആണോ? അതൊന്നും ഇല്ല ഏട്ടാ, അത് ശരിയാക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോ 120 രൂപയല്ലേ, അത് ഞാൻ ക്യാഷ് ആയിട്ട് തരാം. എടാ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ബോർഡിൽ ഇപ്പോൾ ആകെ 5 കോയിൻ മാത്രമേ ഉള്ളടാ. ഞാൻ പറയുന്ന കോയിൻസൊക്കെ നീ നിന്റെ ബോർഡിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. ശരി. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കളി ജയിക്കണം. ശരിടാ, നീ പറഞ്ഞു, ഞാൻ നോക്കാം. എടാ പിന്നെ ഈ ബ്ലാക്ക് ക്വീൻ H1-ലും കിങ് C4-ലുമാണ് ഇരിക്കുന്നത്. ഈ വൈറ്റ് ക്വീൻ B2-ലും പോൺ B4-ലും കിങ് ആണെങ്കിൽ A4-ലും. ഇതാണ് ബോർഡിലുള്ള കോയിൻസ്. ഇനി എൻ്റെ മൂവാണ്. നമുക്ക് 2 കോയിൻസേ ഉള്ളൂ. നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കളി ജയിക്കണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാടാ. ഓക്കെ, ശരിടാ. ഒരു മിനിറ്റടാ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ എന്താന്ന് നോക്കട്ടെ. സാർ, എൻ്റെ പേര് മനു. ഞാൻ ബാങ്കിൽ പോയിരുന്നു. അപ്പോഴാണ് സാർ ലീവാണെന്ന് അറിഞ്ഞത്. ഞാൻ ഡെബിറ്റ് കാർഡിനും ചെക്ക് ബുക്കിനുമായി കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻ റിജക്റ്റായി. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡിനെ കുറിച്ച് ബാങ്കിലെ സ്റ്റാഫ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും ചെക്ക് ബുക്കും തരാൻ നിർവാഹമില്ല. അത് റിസ്ക്കാണ്. നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കാർഡോ ചെക്ക് ബുക്കോ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സാർ, എൻ്റെ ജോലിക്ക് ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അത്യാവശ്യമാണ് സാർ. അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഡെബിറ്റ് കാർഡ് ആവശ്യമല്ലേ സാറേ? ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. ഇത് കൊണ്ടുപോയി കഴിയുമ്പോൾ കാർഡ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആയിരിക്കും. അവസാനം അക്കൗണ്ടിലിട്ട കാശ് നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് നിങ്ങൾ ബാങ്കിൽ വരും. അതൊക്കെ വലിയ പ്രശ്നമാണ്. അങ്ങനെയല്ല സാർ. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് സാർ. അതിന് കാർഡും ചെക്ക് ബുക്കും ഒക്കെ വേണം സാർ. സാറൊന്ന് സഹായിക്കുമായിരുന്നെങ്കിൽ. ഹലോ, ഞാൻ നോക്കിയിട്ട് ഒരു മൂവും കിട്ടുന്നില്ല. എടാ, അവർക്ക് 3 കോയിനുണ്ട്. നമ്മൾ ജയിക്കുന്ന കാര്യം സംശയമാണ്. ഞാനൊന്ന് നോക്കട്ടെ. നീ വലിയ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരിട്ട് ഒരു മൂവും കിട്ടിയില്ലേ? നീ 2 മിനിറ്റ് എനിക്കിതാ, നമുക്കിപ്പം ശരിയാക്കാം. നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുമോ? നമ്മുടെ സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ സാർ അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ കമൻറ്റ് എൻ്റെയാണ് സാർ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ സാറിന് ബോധ്യമാവും.
ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്. നിങ്ങൾ നാളെ ബാങ്കിലേക്ക് വരും. നാളെ സംസാരിക്കും. ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ പുറകെ നടക്കുകയല്ലേ സാറേ. ഒരാഴ്ചയായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുകയല്ലേ സാർ. ഡെബിറ്റ് കാർഡ് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വിവരം ബാങ്കിൻ്റെ സീൽ വെച്ച് രേഖാമൂലം എഴുതി മതി. പിന്നെ ഞാൻ ഇതും പറഞ്ഞ് സാറിനെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. പക്ഷേ ബ്ലൈൻഡായ ഒരു വ്യക്തിക്ക് ഡെബിറ്റ് കാർഡും ചെക്ക് ബുക്കും ഒക്കെ കൊടുക്കാൻ ബാങ്കിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ATM ചെന്നാൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം. ചെക്കിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഒപ്പുകൾ ചിലപ്പോൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തേക്കും. നിങ്ങളുടെയും കൂടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ബാങ്ക് ഈ മുൻകരുതലെടുക്കുന്നത്. ഇതല്ലാതെ മറ്റേത് സഹായവും ബാങ്ക് മനുവിന് ചെയ്തു തരും. അത് മനുവിന് ഉപകാരപ്പെടുന്നതാണെന്ന് ബാങ്കിന് ബോധ്യപ്പെടണമെന്ന് മാത്രം. സാറിന് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. സാറിൻ്റെ ചെസ് ബോർഡിൽ ക്യൂൻ H1-നാണുള്ളത്. അത് A8 മാറ്റിയാൽ ഈ കളി ചെക്ക്മേറ്റ് ആവും. ഒരു മിനിറ്റടാ, ഞാനിവിടെ ആലോചിച്ചോണ്ടിരിക്കുവല്ലേ. നീ ആലോചിക്കണ്ട, നമ്മൾ കളി ജയിച്ചു. ജയിച്ചോ? നീ എന്താ ചെയ്തേ? നമ്മുടെ ക്യൂൻ H1 നിന്ന് A8 വന്നു. അപ്പൊ കളി തീർന്നു. ആ, അത് തന്നെ. ഈ മൂവ് ഞാൻ നിന്നോട് പറയാൻ തുടങ്ങുമായിരുന്നു. ഇതിപ്പോ നിനക്ക് എങ്ങനെ കിട്ടി? എക്സ്ക്യൂസ് മീ. ഹലോ മനു, ഞാൻ ജോണാണ്, ബാങ്ക് മാനേജർ. സാർ പറഞ്ഞോളൂ. വേറൊന്നും വിചാരിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. മനു എങ്ങനെയാ ഞാൻ ചെസ് കളിക്കുന്ന കാര്യവും എൻ്റെ മൂവും ഒക്കെ മനസ്സിലാക്കി? ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കോയിൻസിൻ്റെ പൊസിഷൻ സാർ ആർക്കോ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ബോർഡൊന്നുമില്ലാതെ താൻ എങ്ങനെ മൂവ് മനസ്സിലാക്കി? ഞാൻ പൊതുവേ ബോർഡില്ലാതെയാണ് സാർ ചെസ് കളിക്കാറ്. മനു ഒരു ദിവസം വീട്ടിലേക്ക് വരും, നമുക്ക് ഒന്ന് ചെസ് കളിക്കാം. ഓ ശരി സാർ. ഇയാൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണെന്നും ബാങ്കിനറിയില്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും റെസ്ട്രിക്ഷൻ വയ്ക്കുന്നത്. ഇയാളുടെ ചെക്ക് ബുക്കിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ
കാർഡ് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി, താങ്ക് യു സാർ. മനു എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ ഇയാളെ ബസ് സ്റ്റോപ്പിലാക്കി തരട്ടെ? വേണ്ട സാർ, എനിക്കുള്ള യൂബർ ഇപ്പോൾ വരും. എന്നാൽ ശരി മനു. സാർ, സാർ, ജോൺ സാർ, ജോൺ സാർ, ജോൺ സാർ, സാർ എന്തു പറ്റി? ജോൺ സാർ, ജോൺ സാറേ, ജോൺ സാറേ, സാറേ എന്തു പറ്റി സാർ? ജോൺ സാർ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഒന്ന് വരാൻ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ ഒന്ന് വരാൻ? ഹലോ, ഹലോ, ആംബുലൻസ്, ഹലോ. മിസ്റ്റർ ജോൺ മാത്യുവിന്റെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് സിസ്റ്റർ. ജോൺ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ബ്ലഡ് ലോസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ എ നെഗറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണ് സിസ്റ്റർ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനു ജന്മന കാഴ്ചശക്തി ഇല്ലാത്തയാളാണോ അതോ എന്തെങ്കിലും രോഗം മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണോ? യെസ് സിസ്റ്റർ, ഞാൻ ജന്മന ബ്ലൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മരുന്നിന്റെയോ മറ്റേതെങ്കിലും രോഗം വഴി കാഴ്ച നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടി ഉണ്ട്. ഇതിപ്പോ നമുക്ക് റൊട്ടീൻ ചെക്കപ്പ് മതിയാവും. സിസ്റ്റർ, ഇയാളെ ഒന്ന് ബ്ലഡ് ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. ആ വരൂ. എക്സ്ക്യൂസ് മീ, താങ്കളല്ലേ മിസ്റ്റർ ജോൺ മാത്യുവിൻ്റെ കൂടെ വന്ന ആള്? അതെ സിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അതുകൊണ്ടൊരു സർജറി വേണ്ടി വരും. അതിനു മുമ്പ് അഡ്വാൻസായി ക്യാഷ് അടയ്ക്കണം. ഇതാ ബില്ല്. അയ്യോ, എന്തു പറ്റി? ചെറിയ ക്ഷീണം പോലെ സിസ്റ്റർ. അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട ആവും കേട്ടോ. വേണേ കുറച്ച് സമയം കൂടി ഇരുന്നോളൂ. കുഴപ്പമില്ല സിസ്റ്റർ, ഞാൻ ഓക്കെയാണ്. എക്സ്ക്യൂസ് മീ മാഡം, ഇതൊന്ന് പെട്ടെന്ന് ബില്ല് ചെയ്ത് തരണം. രൂപയാണ് അടയ്ക്കേണ്ടത്. അത്രയും ക്യാഷ് എൻ്റെ ലിക്വിഡായിട്ട് ഉണ്ടാവില്ല മാഡം. ക്യാഷ് തന്നെ വേണമെന്നില്ല, കാർഡായാലും മതി. ഒന്ന് വെയിറ്റ് ചെയ്യണേ മാഡം, ഞാനിപ്പോൾ വരാം. ഓക്കെ. ഹലോ, ഹലോ. എടാ ഗോപു, നീ ഇപ്പോൾ ഫ്രീ ആണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ മനു, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ കയറാൻ വേണ്ടി നിൽക്കുക. പിന്നെ വിളിക്കാം.
ഹലോ. എടാ ഹർഷ, ഞാനിപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ നിൽക്കുക. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണോടാ. ഹോസ്പിറ്റലോ? എന്തു പറ്റിയടാ? ഞാനൊന്ന് പറഞ്ഞില്ലേ ആ ബാങ്ക് മാനേജറെ കാണാൻ പോകുന്ന കാര്യം. പുള്ളിക്ക് ആക്സിഡന്റ് ആയെന്നേ. ഞാനിപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിലാണ്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. ഏകദേശം ഇപ്പോൾ എത്ര രൂപ വേണ്ടി വരും? ഇപ്പോൾ ഒരു 50,000 രൂപ വേണ്ടി വരും, അതും ലിക്വിഡ് ക്യാഷ് ആയിട്ട്. അത്രയും കാണുമെന്ന് തോന്നുന്നില്ലടാ. കാശ് റെഡിയായാൽ ഞാൻ അങ്ങോട്ട് വരാം. എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ, തിരിച്ചു വിളിക്കാം. May I come in, sir? Yes, come in. ആക്സിഡൻ്റായി കിടക്കുന്ന ജോൺ മാത്യു സാറിൻ്റെ കൂടെ വന്ന ആളാണ് ഞാൻ. 50,000 രൂപ ബില്ലടച്ചാലേ സർജറി ചെയ്യാൻ തുടങ്ങുള്ളൂ എന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ അത്രയും ലിക്വിഡ് ക്യാഷ് ഇല്ല ഡോക്ടറെ. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ 1,40,000 രൂപയുണ്ട്. കാർഡില്ലാത്തതിനാൽ അത് വിഡ്രോ ചെയ്യാൻ നിർവാഹമില്ല. ഡോക്ടർ ഇപ്പോൾ സർജറി തുടങ്ങുകയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ ബാങ്കിൽ പോയി ക്യാഷ് എടുത്തുകൊണ്ട് വരാം. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിന് തീരുമാനം എടുക്കുന്നത് ഹോസ്പിറ്റലാണ്. ഞാനിവിടുത്തെ സ്റ്റാഫല്ലേ. താങ്കൾ പേഷ്യൻ്റ് ആരാണ്? എൻ്റെ റിലേറ്റീവ് ഒന്നുമല്ല സാർ. അദ്ദേഹം ഇവിടുത്തെ സിറ്റി ബാങ്കിലെ മാനേജരാണ്. എന്താ നിങ്ങളിതൊരു ATM കാർഡിനൊന്നും അപ്ലൈ ചെയ്തില്ലേ? ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കാർഡും ചെക്ക് ബുക്കും ഒന്നും കൊടുക്കില്ല ഡോക്ടറെ. അതെന്താ അവരങ്ങനെ ചെയ്യുന്നേ? നിങ്ങളെപ്പോലുള്ളവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് അല്ലേ ഇത്? നിങ്ങൾക്ക് പേഷ്യൻ്റെ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ ആരെയും അറിയില്ല ഡോക്ടറെ. ബാങ്കിൽ ഇൻഫോം ചെയ്യാമെന്ന് കരുതി വിളിച്ചിരുന്നു. പക്ഷേ ബാങ്ക് ടൈം കഴിഞ്ഞതിനാൽ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഡോണ്ട് വറി. നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യാം. ശരി ഡോക്ടറെ. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനും കൂടെ നോക്കട്ടെ ഡോക്ടറെ. ഞാൻ ശ്രമിച്ചു നോക്കി. എനിക്ക് അത്രയും എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് അയാളുടെ വീട് അറിയാലോ, അവിടെ ചെന്ന് പറഞ്ഞാൽ പോരെ? ശരിയടാ, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാം. ചേട്ടാ, സുഭാഷ് നഗറിൽ താമസിക്കുന്ന ജോൺ മാത്യു സാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. ഓ, കയറിക്കോ. എത്ര ആയി ചേട്ടാ? 70.
ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഹലോ, ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചെന്നറിയാമോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അതൊക്കെ പോട്ടെ. ആ 10,000 രൂപ കിട്ടിയതിന്റെ ചെലവ് എപ്പോഴാ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരട്ടെ. ഹലോ, ഹലോ, ഇത് ജോൺ അല്ല. ജോൺ സാർ, ഒരു അപകടം പറ്റി. നിങ്ങൾ പെട്ടെന്നൊന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം. ഈ വിവരം പറയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ജോണിന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്. അവൻ അവിടെ തനിച്ചാ താമസിക്കുന്നത്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓ ശരി. എൻ്റെ പേര് മനു. എനിക്ക് ഡെബിറ്റ് കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. മനു ഇരിക്കൂ, ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻ്റണി, കാർഡിന് വേണ്ടി മനു എന്നൊരാളുടെ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എന്നാൽ അത് ക്യാബിലേക്ക് കൊണ്ടുവരണേ. ശരി. കാർഡ് തന്നാലും മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. കാർഡ് തരാമെന്ന് ജോൺ സാർ മുമ്പ് പറഞ്ഞിരുന്നു മാഡം. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ജോൺ സാറിന് ആക്സിഡൻറ്റ് പറ്റിയ കാരണം സാർ ഇപ്പോൾ ലീവിലാണ്. അതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഇൻചാർജ്. മനുവിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം മനു പൊക്കോളൂ. എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം.